11-ാം സ്ഥലത്ത് നമ്മൾ ധ്യാനിക്കുന്നത് ഇതാ ബ്യൂട്ടി ഓഫ് ഹിസ് ഫോർഗീവ്നെസ്. എന്താണ് ബ്യൂട്ടി ഓഫ് ഫോർഗീവ്നെസ്? കുരിശിൽ കിടന്നുകൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. എന്തൊക്കെയാണ് അവർ ചെയ്തത്? ഗൂഢാലോചനകൾ, തള്ളിപ്പറയലുകൾ, ഒറ്റിക്കൊടുക്കലുകൾ, അന്യായമായ വിധികൾ, തുപ്പലുകൾ, നിന്ദനങ്ങൾ, പീഡനങ്ങൾ. ഒരു തെരുവ് നായയെ പോലെ കാൽവരിയിലേക്ക് അവിടത്തെ വലിച്ചിഴച്ച് കൊണ്ടുവന്നിരിക്കുന്നു, അവിടത്തെ നഗ്നനാക്കിയിരിക്കുന്നു, കുരിശിൽ തറച്ചിരിക്കുന്നു, മരണത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു. ആദ്യം മുതൽ പറഞ്ഞാൽ തീരാത്തത്ര സഹനങ്ങൾ. മുൾമുടി, ശിരസിൽ മുൾമുടി, കരങ്ങളിലും കാലുകളിലുമൊക്കെ ആണികൾ. ഇതൊക്കെ ഇങ്ങനെ അവിടുന്ന് മനുഷ്യന് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത അത്ര കഠോരമായ പീഡനങ്ങളിലൂടെ തന്നെ കൊണ്ട് ചെന്നെത്തിച്ചിരിക്കുന്ന എല്ലാവരോടും ക്ഷമിച്ച്, പിതാവ് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥനയിൽ സൗന്ദര്യമില്ലേ? ഉണ്ട്. നിനക്ക് ആ സൗന്ദര്യമുണ്ടോ? നിന്നെ പീഡിപ്പിക്കുന്നവരോട് ക്ഷമിക്കുന്ന സൗന്ദര്യം, നിന്നെ വേദനിപ്പിക്കുന്നവരോട് ക്ഷമിക്കുന്ന സൗന്ദര്യം, നിന്നെ പരിഹസിക്കുന്നവരോട് ക്ഷമിക്കുന്ന സൗന്ദര്യം, നിന്നെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നവരോട് ക്ഷമിക്കുന്ന സൗന്ദര്യം നിന്റെ ആത്മാവിനുണ്ടോ? ബ്യൂട്ടി ഓഫ് ഹിസ് ഫോർഗീവ്നെസ്. അത് ധ്യാനിച്ച് നമുക്ക് ആ സൗന്ദര്യം ഉണ്ടാകണം.